ചാലക്കുടിയിൽ നടന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളും നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് വളരെ വലുതാണെന്ന് കെ രാമചന്ദ്രൻ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന ആവശ്യവുമായി INTUC. സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കണമെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിനു സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് സാംസ്കാരിക നഗരിയിൽ അരങ്ങുണർന്നു. കേരളത്തിൽ നാടകത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വാർത്തകൾ വിശദമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത് എന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇവിടെ നമ്മുടെ രാജ്യത്ത് പൊതുവെ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽകൃതമായിട്ടുള്ള രീതികൾ, കോർപ്പറേറ്റ് വൽകൃത നയങ്ങൾ, അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാവുന്നുണ്ട്. വിവിധ മേഖലകൾ, ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായി ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ്. പലതിൻ്റെയും പേരിൽ ജാതി, മതം, ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണം, ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്തുടനീളം വൻതോതിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലത്താണ്. നമ്മളെല്ലാം ഇതുപോലുള്ള സംഘടനകൾ തന്നെയാണ് അതിനുള്ള അത്തരം നയങ്ങൾക്ക്, അത്തരം നയങ്ങളോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ വേദികളാവുന്നത്. ഈ സംഘടന കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായി നിന്ന് ഞങ്ങളെല്ലാം കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. മതം, ജാതി, ഭാഷ, വർണ്ണം, വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടനാശക്തിയിൽ വലുതാണ് COAയുടെ സ്ഥാനമെന്നും കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ കോർപ്പറേറ്റ് മേഖലയോട് ചെറുത്തുനിൽക്കാൻ ശക്തി പകരുന്നത് എന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകർ ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക്. അത് കേബിൾ മേഖലയാണ്. അത് വളരെ ഐറണി നിറഞ്ഞതുമാണ്, ആശ്ചര്യം നിറഞ്ഞതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റ് വൽക്കരണവും ഏറ്റവും കൂടുതൽ വേഗത്തിൽ കുത്തകവൽക്കരണവും നടക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നിങ്ങൾക്കറിയാം. 80% മാധ്യമങ്ങളെയും 3 പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിനെതിരെ ആ കാരിയേഴ്സിൻ്റെ വലിയ പ്രലോഭനങ്ങളിൽ ഒന്നും വിട്ടുപോകാതെ, ഒന്നും വീണുപോകാതെ നിൽക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ടാവാറുണ്ട്. പ്രാദേശിക മനുഷ്യരുടെ വികാര വിചാരങ്ങളെ വിലക്കെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് കഴിയില്ല. ജനകീയ ബദലായി നിലനിൽക്കാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും. ചെറുകിട സംരംഭങ്ങളെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ചെറുക്കാനും
സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തെ സ്വായത്തമാക്കാനും COAയ്ക്ക് കഴിയണമെന്ന് ഡോക്ടർ അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. കേരളം പലതിന്റെയും ബദലെന്നതുപോലെ കേബിൾ TV മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് COA എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിലർ നിത പോൾ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും TCV ചാനൽ ഡയറക്ടറുമായ CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു, വിവിധ മേഖലകളിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് സമ്മേളനവേദിയായ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിലേക്കാണ് ഘോഷയാത്ര നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ വർണ്ണ ബലൂണുകളും പതാകകളുമായി COA, കേരള വിഷൻ, KCCL ഭാരവാഹികളും കേബിൾ TV ഓപ്പറേറ്റർമാരും അണിനിരന്നു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ സമ്മർദ്ദതന്ത്രവുമായി INTUC. സീറ്റ് നേടിയെടുക്കാൻ മുൻ MLA PJ ജോയ് കൺവീനറായി 11-അംഗ പ്രത്യേക സമിതിക്ക് തൃശൂരിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം രൂപം നൽകി. INTUCക്ക് നേതാക്കന്മാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് യോഗത്തിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സീറ്റ് ചോദിക്കുന്നത് ഒരു വ്യക്തിക്കല്ല, INTUC എന്ന തൊഴിലാളി സംഘടനയ്ക്കാണ്. 12-ന് വയനാട് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ INTUC സ്വന്തം നിലയിൽ മത്സരിക്കും. സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണം എന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല. സീറ്റ് ആർക്കും തീരെഴുതി കൊടുക്കേണ്ടതില്ലെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പല വിധത്തിലും ആളുകൾ സമീപിച്ച് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത് തീർച്ചയായിട്ടും, കാരണം 2, 3, 4 തെരഞ്ഞെടുപ്പുകളായി ഇത് INTUCക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ തന്നെ പറയുന്നതാണ്. അവർ തന്നെ ഓരോ സമയത്തും നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളിൽ അവരാണ് പറയുന്നത് ഇത് INTUCക്ക് അവകാശപ്പെട്ടതാണ്, യോഗ്യതയുള്ളതാണെന്ന് അവർ തന്നെ പറയുകയും അത് പല കാരണങ്ങളാലായിരിക്കും കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇനി അങ്ങനെ കാരണങ്ങൾ പറഞ്ഞ് ഇത് മാറ്റാൻ പാടില്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ തൊഴിലാളി പ്രശ്നങ്ങളിൽ പാർലമെൻറ്റിനകത്ത് ഒരു ഫലപ്രദമായി തൊഴിലാളി വിഷയങ്ങൾ ഉയർന്നില്ല എന്ന് ഒരു രേഖകൾ, പാർലമെൻറ്റിൻ്റെ രേഖകൾ തന്നെ കൃത്യമായ രൂപമുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ആർക്കെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് ആരെങ്കിലും പോയി പാർലമെൻറ്റിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കോൺഗ്രസ് 400 MPമാരുണ്ടായിരുന്ന കാലത്തെ പോലെ തീരുമാനിക്കാവുന്ന സമയമല്ല. അങ്ങനെ ഒരു തീരെഴുതി കൊടുക്കുന്ന സീറ്റുകൾ ഒന്നും ആർക്കും പാടില്ലെന്നുള്ള അഭിപ്രായം INTUCക്കുണ്ട്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതം സംബന്ധിച്ച് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ. സംഭവത്തിൽ ആർക്കെല്ലാമെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് അനിൽ K സുരേന്ദ്രൻ ക്ഷോഭത്തോടെ ദേവസ്വത്തിനോട് ചോദിച്ചു. ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്നും ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അറിവുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ജനുവരി 15, 24 തീയതികളിലാണ് സംഭവം നടന്നത് എന്ന് ദേവസ്വം കോടതിയെ അറിയിച്ചു. പാപ്പാന്മാർക്കെതിരെ വനംവകുപ്പ് 2 കേസും പോലീസ് 1 കേസും രജിസ്റ്റർ ചെയ്തതായി അഭിഭാഷകർ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ദേവസ്വം പോലും അറിഞ്ഞത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി.
ആനകളെ നിയന്ത്രിക്കാൻ ലോഹത്തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൊടകര ദേശീയപാതയിലെ കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ബസ് യാത്രക്കാരൻ തമിഴ്നാട് സ്വദേശി പെരുമാളിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ ബന്ധുക്കൾ തമിഴ്നാട് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ് കണ്ടക്ടർ ചങ്ങനാശ്ശേരി പുന്നശ്ശേരി പ്രതാപ് ചന്ദ്രൻ സാരമായ പരിക്കുകളോടെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ഡ്രൈവർ കോട്ടയം സ്വദേശി മനോജ്, യാത്രക്കാരായ മലയാറ്റൂർ സ്വദേശി വർക്കി, ആലുവ സ്വദേശി ജോജി, വയനാട് സ്വദേശികളായ ലക്ഷ്മി, സജീഷ്, മറിയാമ്മ, ജോൺ തോമസ്, തമിഴ്നാട് സ്വദേശികളായ മാരിമുത്തു, രത്നം, മുരുകാനന്ദൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന KSRTC ബസ് മുന്നിൽ പോയിരുന്ന ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്നിരുന്ന ചരക്ക് ലോറി ബസ്സിന് പുറകിലും ഇടിച്ചു. ബസിന്റെ മുൻവശവും പുറകുവശവും തകർന്നു. ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. അരികയറ്റി പോയിരുന്ന ചരക്ക് ലോറിയുടെ പുറകിലാണ് ബസ് ഇടിച്ചത്. ബസ്സിന് പുറകിലിടിച്ച ലോറി കോയമ്പത്തൂരിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളുമായി എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നു. ലോറിയുടെ ഡ്രൈവർ പ്രസാദ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻവശം ഭാഗികമായി തകർന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 14ാമത് പതിപ്പിന് സാംസ്കാരിക നഗരിയിൽ അരങ്ങുണർന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. കലയുടെ കാര്യത്തിൽ ലോകത്തിനു മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് കാരണം മഹത്തരമായ കേരളത്തിന്റെ രംഗകലാ പാരമ്പര്യമാണ്. ഇതിനൊപ്പം ലോകവേദികളിൽ അക്കാദമിയുടെ ഈ അന്താരാഷ്ട്ര നാടകോത്സവവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നാടകോത്സവം നടത്താൻ തീരുമാനിച്ചത്. എന്തു സംഭവിച്ചാലും നാടകോത്സവം എക്കാലത്തും മുടങ്ങാതിരിക്കണം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി പറഞ്ഞു. ഇത് കേവലം ഒരു നാടകോത്സവം മാത്രമല്ല, ലോകത്ത് ഇന്ന് മാനവരാശി നേരിടുന്ന സാമൂഹ്യം, രാഷ്ട്രീയം, സാമ്പത്തികം, സാംസ്കാരികം, പാരിസ്ഥിതികം ഈ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്ന, വിനിമയം ചെയ്യുന്ന ഒരിടമായി അന്താരാഷ്ട്ര നാടകോത്സവം ഇന്ന് മാറും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ നാടകോത്സവം ലോകത്ത് ഇത്തരത്തിലുള്ള വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ്. പുതിയ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വേദിയാണ്. നാടക സങ്കല്പത്തെ കാലാനുസൃതമായി നമുക്ക് പരിഷ്കരിക്കണം. ഫെസ്റ്റിവൽ ബുക്കും ബുള്ളറ്റിനും അദ്ദേഹം പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ നടി രോഹിണി മുഖ്യ അതിഥിയായി. We may be very few, we may be outnumbered at this point of time, but we are with the truth. We are this voice for the voiceless. We are giving courage to the most needed, and we are needed. We should get together, to be together, to bring peace and to give confidence. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവള്ളൂർ മുരളി, വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പ്പാടത്ത്, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഉദ്ഘാടന അവതരണമായി അബത്രിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറി. കൂടാതെ ഡൽഹിയിൽ നിന്നുള്ള മാട്ടി കഥയും ആദ്യ ദിനത്തിൽ അരങ്ങിലെത്തി. ഉദ്ഘാടന ശേഷം നടന്ന കബീർ കഥ ബസാർമേ എന്ന നൂതന സംഗീത രംഗാവിഷ്കാരം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്ന ആശയത്തിൽ 8 ദിവസങ്ങളിൽ 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ വിദേശത്ത് നിന്നടക്കമുള്ള 23 നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നിശകൾ, തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും. ഈ മാസം 16-ന് നാടകോത്സവത്തിന് തിരശ്ശീല വീഴും. TCV തൃശൂർ. ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. MBRSM ദേശീയ സഹ സംഘടനാ സെക്രട്ടറി G. ലക്ഷ്മൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PS ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം MS സമ്പൂർണ്ണ, കോർപ്പറേഷൻ കൗൺസിലർ N. പ്രസാദ്, BJP മേഖലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, അധ്യാപക പരിഷത്ത് സംസ്ഥാന ട്രഷറർ MT സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും.
ഭരണകൂടത്തെയും ജനങ്ങളെയും ടോൾ കമ്പനി പരസ്യമായി കബളിപ്പിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ടോൾ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടത്തുന്ന സമര ശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോൾ കൊള്ളയ്ക്കെതിരെ എതിർപ്പുകൾ ഉയരുമ്പോൾ അതൊന്നും തന്നെ ടോൾ കമ്പനി ഗവനിക്കുന്നേയില്ല എന്നും VM സുധീരൻ കുറ്റപ്പെടുത്തി. PJ മോൻസി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. KC കാർത്തികേയൻ, ജയൻ കോനിക്കര, വിൽസൺ പണ്ടാരവളപ്പിൽ, മനോജ് ചിറ്റിലപ്പിള്ളി, മോഹൻദാസ് ചാലക്കുടി, മുരുകൻ വെട്ടിയാട്ടിൽ, MV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 12 വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 16 വരെയാണ് സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഫോസ്കോസിന്റെ ഭാഗമായി ജില്ലയിൽ ഈ മാസം 5 മുതൽ 8 വരെ 36 സ്ക്വാഡുകളായി നടത്തിയ പരിശോധനയിൽ ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ ഇല്ലാതെ പ്രവർത്തിച്ച 132 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. 1089 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യവസ്തുക്കളുടെ വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിന് മുകളിലോ ഒന്നിൽ കൂടുതൽ ജീവനക്കാരോ ഉള്ള സ്ഥാപനങ്ങളും ഫുഡ് സേഫ്റ്റി ലൈസൻസ് കരസ്ഥമാക്കിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇതിന് വിരുദ്ധമായ രജിസ്ട്രേഷനിൽ പ്രവർത്തിച്ച 121 സ്ഥാപനങ്ങൾക്ക് ലൈസൻസിലേക്ക് മാറാൻ നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അറിയിച്ചു. അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തൃശൂരിൽ നിന്നും 190 തീർത്ഥാടകരാണ് ആദ്യ യാത്രയിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ യാത്രക്കാർക്ക് ആശംസകൾ നേർന്നു. കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 10-ന് പുറപ്പെട്ട അയോധ്യാധാം സ്പെഷ്യൽ ട്രെയിൻ ഉച്ചതിരിഞ്ഞ് 3:30-യോടെയാണ് തൃശൂരിൽ എത്തിയത്. 20 കോച്ചുകളുള്ള ട്രെയിനിൽ 972 യാത്രക്കാരാണ് ഉള്ളത്. 12-ന് വെളുപ്പിന് 2 മണിക്ക് ട്രെയിൻ അയോധ്യയിൽ എത്തും. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 2ാം പ്രതിയായ കടവല്ലൂർ കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ P. അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ സൈനുൽ ആബിദീന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബർ 25-ന് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ പെൺകുട്ടി ഭർതൃവീട്ടിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായതായി പോലീസ് കണ്ടെത്തി. പ്രതി ഹൈക്കോടതിയുടെ മുൻപാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എങ്കിലും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം കോതപ്പറമ്പിൽ വീടാക്രമിച്ച് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതപ്പറമ്പ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണു പ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 29-ന് പുലർച്ചെ ആയിരുന്നു സംഭവം. കോതപ്പറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലക്ഷ്മണന്റെ മകൻ സജീഷിനെ ആക്രമിക്കുകയും ബുള്ളറ്റ് തീവച്ച് നശിപ്പിക്കുകയുമായിരുന്നു. വീടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തിരുന്നു. അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വച്ചതിനെ സജീഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. വെള്ളിയാഴ്ച രാവിലെ തളിക്കുളം തമ്പാൻ കടവ് അറപ്പത്തോടിനു സമീപമാണ് സംഭവം. കൈതക്കൽ ആര്യമ്പാടം ദാറുൽ മുസ്തഫ ഓർഫനേജിലെ 20 കുട്ടികൾ തമ്പാൻ കടവിനു സമീപം കടൽ കാണുവാൻ എത്തിയിരുന്നു. ഇതിൽ മുഹമ്മദ് സവാദ്, അസ്ലം എന്നിവരാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. കുളിക്കുന്നതിനിടെ കുട്ടികൾ ശക്തമായ തിരയിൽപ്പെട്ടത് കണ്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്രമത്തിൽ മുഹമ്മദ് സവാദിനെ രക്ഷപ്പെടുത്താനായി. ഒപ്പമുണ്ടായിരുന്ന എടമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമിനെ കണ്ടെത്താൻ നാട്ടിക ഫയർഫോഴ്സിനൊപ്പം തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സവാദിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വിവേകോദയം സ്കൂളിന് സമീപമുള്ള വീട്ടിൽ മോഷണം. പണവും മൊബൈൽ ഫോണുകളും മോഷണം പോയി. വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് സ്വദേശികളായ പ്രജീഷ്, അക്ഷയ്, വിഷ്ണു എന്നിവരുടെ 5 മൊബൈൽ ഫോണുകളും പ്രജീഷിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയുമാണ് മോഷണം പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ പഴയന്നൂർ ശ്രീരാമന് 2.5 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചു.
വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സ്പോൺസർ ഗിൽട്ടൺ ദേവസ്വം ബോർഡ് മെമ്പർ മുരളീധരന് ചങ്ങല നൽകി. ദേവസ്വം ആനയായ ശിവകുമാറിനെ ഏലസ് ചങ്ങലയും നൽകി. ചടങ്ങിൽ ജീവധന മാനേജർ കൃഷ്ണൻകുട്ടി, ദേവസ്വം മാനേജർ സരിത തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ബോർഡ് സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. തൃശൂരിന്റെ ഡിസൈനർ സങ്കല്പങ്ങൾക്ക് പുത്തൻ മിഴിവേകിയ സ്നോ വ്യൂ ടെക്സ് കളക്ഷൻസ് നവീകരിച്ച് 2 ലൈൻ ഡിസൈനർ വേൾഡ് എന്ന് പുനർനാമകരണം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പാലസ് റോഡിലെ കള്ളിയത്ത് റോയൽ സ്ക്വയറിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച 2 ലൈൻ ഡിസൈനർ വേൾഡിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നമിത പ്രമോദ് നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA മുഖ്യ അതിഥിയായിരുന്നു. 2 ലൈൻ മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാർ, ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോട്ടൺ പ്രിന്റ് ഫാബ്രിക്സ്, സാറ്റിൻ, വെൽവെറ്റ് പ്ലെയിൻ ആൻഡ് പ്രിന്റ്, നെറ്റ് ഫാബ്രിക് പ്ലെയിൻ ആൻഡ് പ്രിന്റ്, ചിഫോൺ, മോഡൽ സിൽക്ക്, ജോർജറ്റ്, ബ്രോക്കേഡ്, റോ കോട്ടൺ, റോ സിൽക്ക്, ഓർഗാൻസ, അച്രക്, ഇൻഡിഗോ ഫാബ്രിക്സ് തുടങ്ങിയവയുടെ വിപുലമായ മെറ്റീരിയൽസ് ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസൈനർ സേവനങ്ങൾക്ക് പുറമെ 2 ലൈൻ ഒരു വിദഗ്ധ സ്റ്റിച്ചിംഗ് യൂണിറ്റ് കൂടിയാണ്. കൂടാതെ ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, എത്നിക് ഫിറ്റ്സ്, ഡെയിലി വെയർ, ഫോർമൽ ആൻഡ് സെലിബ്രിറ്റി ഡിസൈനുകൾ, സ്യൂട്ട് സെറ്റുകൾ, വിതർനെറ്റ് വെയർ എന്നിവയും 2 ലൈനിൽ ലഭ്യമാണ്. ഇരിങ്ങാലക്കുട, ചെന്നൈ, ദുബായ് എന്നിവിടങ്ങളിലും സ്റ്റോറുകളുണ്ട്. എക്സ്പ്രസ് ഡെലിവറി, ഡിസ്പാച്ച്, ഹോം ഡെലിവറി സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8589021129. വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് വളരെ വലുതാണെന്ന് KK രാമചന്ദ്രൻ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന ആവശ്യവുമായി INTUC. സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കണമെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് 13 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ITFOക്കിന് സാംസ്കാരിക നഗരിയിൽ അരങ്ങുണർന്നു. കേരളത്തിൽ നാടകത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.